വിശുദ്ധമായ റമദാൻ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തിന് മുന്നിലേക്ക് കടന്നു വന്ന് വളരെ പവിത്രമാണ് എന്ന് നമ്മോട് പറഞ്ഞ ഒരു വിശുദ്ധ മാസമാണ് റമദാൻ. വിശുദ്ധ ഖുർആനിന്റെ പരിശുദ്ധ അധ്യാപനങ്ങളിലൂടെ നമുക്ക് വായിച്ചറിയാം, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. നിങ്ങളിലേക്ക് റമദാൻ എന്ന മാസത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പെടുക്കുവാനായി നിങ്ങളിലേക്ക് നൽകുമ്പോ നിങ്ങളുടെ മുൻഗാമികളുടെ മതങ്ങളിലും ഇത്തരം നോമ്പുകളും വ്രതങ്ങളും ഉണ്ടായിരുന്നു. എന്തിനാണ് ഇങ്ങനെ വ്രതം തരുന്നത്, നോമ്പ് നൽകുന്നത് എന്തിനു വേണ്ടിയാണ്? ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നവരായി മാറാൻ വേണ്ടിയാണ് നോമ്പ് അതുപോലെയുള്ള പ്രവർത്തനങ്ങളും ഈ ലോകത്തിന് മുന്നിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചു വച്ചിരിക്കുന്നതെന്ന് വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങളിലൂടെ നാം വായിച്ചറിയുമ്പോൾ നമുക്കറിയാം, റമദാൻ എന്ന പവിത്രമായ മാസത്തിൽ ഒരു മനുഷ്യനൊരു സുന്നത്തായ കർമ്മം ചെയ്താൽ ആ മനുഷ്യന് ലഭിക്കുന്നത് ഒരു ഫർളിന്റെ കൂലിയാണ്, നിർബന്ധമായ ഒരു പ്രവർത്തനം ചെയ്തതിന്റെ കൂലിയാണ്. ഇനിയോ ഒരു മനുഷ്യൻ മൻ അദ്ദാ ഫരീളതൻ കമൻ അഅതഖ റഖബതൻ വഅദ്ദാ 70 ഫരീള, ഒരു മനുഷ്യൻ ഒരു ഫർളായ നിർബന്ധമായ ഒരു പ്രവർത്തനം ചെയ്തു വെച്ചാൽ ആ മനുഷ്യൻ ചെയ്യുന്ന ഒരൊറ്റ ഫർളിന് കിട്ടുന്ന പ്രതിഫലം എന്താണ്? കമൻ അഅതഖ റഖബതൻ, ഒരു അടിമയെ മോചിപ്പിച്ചതുപോലെയാണ്. വഅദ്ദാ 70 വകമൻ അദ്ദാ 70 ഫരീള, അതോടൊപ്പം തന്നെ അവൻ 70 ഫർളുകൾ ചെയ്തതിന്റെ കൂലിയാണ്. ഒരു ഫർളായ ഇബാദത്ത് ഒരു മനുഷ്യൻ ചെയ്തു കഴിഞ്ഞാൽ ലഭിക്കുന്നതെന്ന് മഹാനായ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത് കാണാം. ഇവിടെയും ഒരു നന്മയുടെ പ്രവർത്തനത്തിനാണ് ഇവിടെ നാം മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. അജ്മീർ ഖാജ ചാരിറ്റബിൾ സൊസൈറ്റി ആ ആദ്യം പറഞ്ഞ 2 വാക്കുകളിൽ തന്നെയുണ്ട് സാന്ത്വനത്തിന്റെയും സ്നേഹത്തിന്റെയും സഹോദര്യത്തിന്റെയും 1000 മാതൃകകളെ ലോകത്തിനു മുന്നിലേക്ക് കാണിച്ചു കൊടുത്ത് ഇന്ത്യ എന്ന രാജ്യത്തേക്ക് കടന്നു വന്ന മഹാനായ അജ്മീർ ഖാജ റളിയല്ലാഹു അൻഹുവിന്റെ പേര് തന്നെ കേൾക്കുമ്പോൾ ഈ ഇന്ത്യയിലുള്ള മുസൽമാനായാലും ഹൈന്ദവനായാലും ക്രൈസ്തവനായാലും മതമുള്ളവനായാലും മതമില്ലാത്തവനായാലും ബഹുമാന സൂചകമായി പറയുകയാണ്, ഇത് സുൽത്താനുൽ ഹിന്ദാണ്, ഈ ഇന്ത്യയുടെ രാജാവാണ്. നിങ്ങൾക്കറിയുമോ, മഹാനായ അജ്മീർ ഖാജ റളിയല്ലാഹു അൻഹു ഇന്ത്യയിലേക്ക് പ്രബോധന പ്രവർത്തനത്തിനായി കടന്നു വരുന്നതിനു മുമ്പ് 20 വർഷത്തോളം ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൃത്യമായ നിർദ്ദേശങ്ങൾ അവിടുത്തേക്ക് ലഭിച്ചുകൊണ്ടിരുന്നു. അവസാന സമയത്ത് പ്രബോധനത്തിനായി ഇന്ത്യയിലേക്ക് പോകണമെന്ന് മഹാനായ അജ്മീർ ഖാജ തങ്ങളോട് അവിടുന്ന് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് കൽപ്പിച്ചതെന്ന് ചരിത്രങ്ങൾ അടയാളപ്പെടുത്തി വെക്കുന്നു. ആ കൽപ്പനയെ ശിരസാവഹിച്ച് ഇന്ത്യ എന്ന രാജ്യത്തേക്ക് കടന്നു വന്ന അജ്മീർ ഖാജ റളിയല്ലാഹു അൻഹുവിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരുന്നു നാം ഒന്ന് വിലയിരുത്തുമ്പോ, നാം ഒന്ന് വായിച്ചു നോക്കുമ്പോ, നാം ഒന്ന് ചരിത്രം പഠിക്കുമ്പോ അതിൽ നിന്ന് മുഴുവനും സ്നേഹത്തിന്റെ 1000 പൂക്കളെ നമുക്ക് വായിച്ചെടുക്കുവാനും അടർത്തിയെടുക്കുവാനും സാധിക്കും വിധത്തിൽ വളരെ മനോഹരമായ ഒരു ജീവിതത്തെ കെട്ടിപ്പടുത്ത് ഇവിടെയുള്ള രാജാക്കന്മാരുടെ മുഴുവനും രാജാവായി സുൽത്താനുൽ ഹിന്ദ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുക മാത്രമല്ല, ഇന്നും ഇന്ത്യയുടെ തലപ്പത്തേക്ക് ഒരു പ്രധാനമന്ത്രി കടന്നു വരുമ്പോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രപതി കടന്നു വരുമ്പോ അതേത് പാർട്ടിയുടെ ഏത് പ്രസ്ഥാനത്തിന്റെ രാഷ്ട്രപതിയാകട്ടെ പ്രധാനമന്ത്രിയാകട്ടെ അവര് മുഴുവനും സുൽത്താനുൽ ഹിന്ദിന്റെ മഖ്ബറയുടെ ചാരത്തേക്ക് കടന്നു
ചെയ്യുന്നതെന്ന് അവിടുത്തെയുടെ അനുഗ്രഹാശിസ്സുകൾ വാങ്ങിയിട്ടാണ് ഓരോ പ്രവർത്തനങ്ങൾക്കും ഇറങ്ങുന്നതെന്ന് നമുക്ക് ഓരോ ദിവസവും മനസ്സിലായി കൊണ്ടിരിക്കുന്നത് നമ്മുടെ പത്രങ്ങൾ നമ്മളോട് വിളിച്ചു പറയുകയാണ്. പുതിയ കാല യുവതയുടെ മനതലങ്ങളിൽ നിന്ന് അത്തരം നന്മയൂറുന്ന ചിന്തകളെ വിഭാടനം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തരം നന്മയൂറുന്ന പ്രവർത്തനം നമ്മുടെ നാട്ടിൽ നിന്ന് കാഴ്ചവെച്ച് ഇസ്ലാമിന്റെ മഹനീയമായ സൗകുമാര്യ മുഖത്തെ ലോകത്തിന് മുന്നിലേക്ക് വെളിച്ചപ്പെടുത്തി കൊടുക്കേണ്ടത്. ഇന്ത്യയിൽ ഇസ്ലാമിന്റെ പ്രബോധന പ്രവർത്തനം ഹിജ്റ 5 തന്നെ കടന്നു വന്നിട്ടുണ്ട്. അതായത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ഇന്ത്യയിലേക്ക് ഇസ്ലാം കടന്നു വന്നിട്ടുണ്ട്. പത്തേമാരികളിലേറി പായ്ക്കപ്പലുകളിലേറി അലറി കളിക്കുന്ന അറബിക്കടലിന്റെ അലമാലകളെ കീറി മുറിച്ചുകൊണ്ട് ഇന്ത്യയിലേക്ക് ഇസ്ലാമിക പ്രബോധനവുമായി കടന്നു വന്ന മഹാനാണ് മഹാനായ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു. എന്റെ പുതിയ കാല സമൂഹത്തോട് എനിക്ക് പറയാനുള്ളത്, എന്റെ ശബ്ദം ശ്രവിക്കുന്നവരോട് എനിക്ക് ഉണർത്തുവാനുള്ളത്, ഒരിക്കലും മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു കേരളത്തിന്റെ മണ്ണിലേക്ക് കാലെടുത്തു വെക്കുമ്പോ അവിടുത്തെയുടെ കരങ്ങളിൽ അറേബ്യൻ നിർവൃതമായ ഏതെങ്കിലും ഒരു വാളുകൾ ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ആന്ദ്രേ കൊഷ്നിക്കോവ് 47 തോക്കുകളുമായിട്ടല്ല മഹാനായ മാലിക് ബിൻ ദീനാർ തങ്ങൾ കടന്നു വന്നത്. ക്ലസ്റ്റർ ബോംബുകളോ ന്യൂക്ലിയർ ബോംബുകളോ ആയിട്ടല്ല മാലിക് ബിൻ ദീനാർ തങ്ങൾ കടന്നു വന്നത്. മറിച്ച് മാലിക് ബിൻ ദീനാർ തങ്ങൾ കടന്നു വരുമ്പോ അവിടുത്തെയുടെ ശുഭ്രവസ്ത്രധാരിയായ അവിടുത്തെയുടെയും അവിടുത്തെ കൂട്ടുകാരുടെയും കരങ്ങളിൽ വാളോ തോക്കോ ആയുധങ്ങളോ ഒന്നുമില്ല. മറിച്ച് അവിടുന്ന് സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സാന്ത്വനത്തിന്റെയും 1000 വർണ്ണ പൂക്കളെ വാരി വിതറിയാണ് ഇസ്ലാമിക പ്രബോധനം ഇന്ത്യയിൽ സാധ്യമാക്കിയതെന്ന് ചരിത്രത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാം. മഹാനായ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു കേരളത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോ ആദ്യമായി സന്ധിക്കുന്നത് ഒരു ഹൈന്ദവനായ സുഹൃത്തിനെയാണ്. മാലിക് ബിൻ ദീനാർ തങ്ങളുടെ ചാരത്തേക്ക് കടന്നു വന്നത് അപ്പു എന്ന ഹൈന്ദവനായ സുഹൃത്താണ്. അദ്ദേഹം കടന്നു വരുമ്പോ കേരളീയരുടെ ഒരു പ്രത്യേകതയനുസരിച്ച് ആർഷഭാരത സംസ്കൃതിയുടെ മഹനീയമായ മുഖങ്ങളെ അതേപടി ഏറ്റെടുത്ത ഇന്ത്യയുടെ മണ്ണിൽ ഒരുപാട് നന്മകളെ വിഭാവനം ചെയ്യുന്ന മഹർഷിമാരുടെ ജീവിതത്തെ സ്വീകരിച്ചു വെച്ചിരുന്ന ഹൈന്ദവനായ സുഹൃത്ത് ശുഭ്രവസ്ത്രധാരിയായി അറബിക്കടലിന്റെ അലറി വിളിക്കുന്ന അലമാലകളെ മുഴുവനും ഭേദിച്ചുകൊണ്ട് കടന്നു വന്ന മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിലേക്ക് ഒരു ഇളനീര് വെച്ച് നീട്ടുകയാണ്. കൈരളിയുടെ സ്നേഹ സാന്ത്വനം എന്ന നിലയിൽ മഹാനായ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു ആ മനുഷ്യനെ ഇളനീര് വെച്ച് നീട്ടുമ്പോ ക്ഷീണിതനാണ് മാലിക് ബിൻ ദീനാർ. ദിനങ്ങളോളം അറബിക്കടലിനോട് മല്ലടിച്ചിട്ടാണ് മാലിക് ബിൻ ദീനാർ തങ്ങൾ കടന്നു വരുന്നത്. എങ്കിലും മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു അവിടെ നിന്നൊരൊറ്റ ചോദ്യമാണ് ചോദിക്കുന്നത്. അപ്പു എന്ന മനുഷ്യൻ വെച്ച് നീട്ടിയ ആ ഇളനീരിന്റെ മുന്നിലേക്ക് നിൽക്കുമ്പോ മഹാനായ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഇതിന്റെ ഉടമസ്ഥനാരാണ്? എനിക്ക് നിങ്ങൾ വെച്ച് നീട്ടിയ ഈ ഇളനീരുണ്ടല്ലോ, ഇതിന്റെ ഉടമസ്ഥനാരാണ്? ഇതിന്റെ ഉടമയുടെ പൂർണ്ണമായ തൃപ്തിയോട് കൂടിയാണ് ഇത് ലഭിച്ചതെങ്കിൽ മാത്രമേ ഞാനിത് കുടിക്കുകയുള്ളൂ എന്ന് മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു പറയുമ്പോ ഒരുപാട് സംസ്കാരങ്ങളും ഒരുപാട് ചിന്തകളും ഒരുപാട് ദർശനങ്ങളും പിറവിയെടുത്ത ബുദ്ധമതവും ജൈനമതവും ഉരുവം കൊണ്ടുവന്ന ഇന്ത്യ എന്ന രാജ്യത്ത് ഇത്തരം ഒരു സംസ്കാരത്തിന്റെ ഇത്തരം ഒരു ദർശനത്തിന്റെ വാചകങ്ങളോ ചോദ്യങ്ങളോ കേട്ടിട്ടില്ലാത്ത മാലിക് ബിൻ ദീനാർ തങ്ങളുടെ മുന്നിൽ നിന്ന് അപ്പു എന്ന സഹോദരൻ ഉടൻ തന്നെ ഞെട്ടിത്തരിച്ചു പോയി. ക്ഷീണിതനായി വരുന്ന മനുഷ്യന്റെ മുന്നിലേക്ക് ഒരു ഇളനീര് വെച്ചു കൊടുക്കുമ്പോ ഇതിന്റെ ഉടമസ്ഥനാരാണെന്ന് അന്വേഷിച്ചതിന് ശേഷം മാത്രമേ ഇതിനെ കുടിക്കൂ എന്ന് പറയുന്നതെങ്കിൽ നിങ്ങൾ ഏത് സംസ്കാരത്തിന്റെ ആളാണെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരുമോ? നിങ്ങളുടെ നാമം എന്താണെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരുമോ? മാലിക് ബിൻ ദീനാർ
തങ്ങൾ പറഞ്ഞു, എന്റെ നാമം മാലിക് എന്നാണ്. നിങ്ങൾ എവിടെ നിന്ന് വരികയാ? ഞാൻ മദീനയിൽ നിന്ന് കടന്നു വരികയാണ്. നിങ്ങളുടെ സംസ്കാരം ഏതാണ്? മഹാനായ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിലേക്ക് ആ മനുഷ്യൻ ചോദിക്കുമ്പോ അവിടുന്ന് പറഞ്ഞു, എന്റെ സംസ്കാരം മദീനയുടെ സംസ്കാരം, ഈ ലോകത്തിന്റെ മുഴുവനും സംസ്കാരം, അത്യുന്നതങ്ങളിലേക്ക് അടയാളപ്പെടുത്തപ്പെട്ട ഇസ്ലാം എന്ന മഹനീയ സംസ്കാരമാണെന്ന് പറയുന്ന മാത്രയിൽ അദ്ദേഹം ചോദിക്കുന്നു, ആ അമൃതം എനിക്ക് കൂടി ഒന്ന് പകർന്നു തരുവാൻ നിങ്ങൾ തയ്യാറാകുമോ? മഹാനായ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ നിന്ന് അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്ന് ചരിത്രങ്ങൾ അടയാളപ്പെടുത്തി വെക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരിക്കലും വാളുകൊണ്ടോ തോക്കുകൊണ്ടോ അല്ലെങ്കിൽ മറ്റ് ആയുധങ്ങൾ കൊണ്ടോ അല്ല ഇസ്ലാം പ്രചരിച്ചിട്ടുള്ളത്. ഗിബ്ബന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് വായിക്കാം, മുഹമ്മദ് creates the revolution in the world not with the sword but with the power of knowledge. മുഹമ്മദ് എന്ന പ്രവാചകൻ ഈ ലോകത്തിന് മുന്നിലേക്ക് വിപ്ലവങ്ങൾ തീർത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ആ വിപ്ലവങ്ങൾ മുഴുവനും തീർത്തു വെച്ചത് with the power of knowledge. അധർമ്മത്തിന്റെയും അരാജകത്വത്തിന്റെയും മനിയിലേക്ക് ആപതിച്ചു പോയിരുന്ന 6-ാം നൂറ്റാണ്ടിലെ അപരിഷ്കൃതരായ അറബിക്കൂട്ടത്തിന്റെ ഇടയിലേക്ക് ഹിറായിന്റെ ഇരുളടഞ്ഞ ഗുഹയിൽ നിന്ന് കടന്നു വന്ന് ഇഖ്റഇന്റെ മധുര മന്ത്രങ്ങളേകി ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ എന്ന വായനയുടെയും വിചാരത്തിന്റെയും വിപ്ലവം ഉണർത്തിയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എക്കാലത്തും ഇസ്ലാം പറയുന്നത് സമാധാനമാണ്, സ്നേഹത്തിന്റെയും സാന്ത്വനത്തിന്റെയും കുളിർത്തന്നലാണ് ഇസ്ലാം വിഭാവനം ചെയ്യുന്നത്. നിങ്ങൾക്കറിയില്ലേ, ഇസ്ലാം എന്ന നാമത്തിന്റെ അർത്ഥം തന്നെ, ഇസ്ലാം എന്ന പദത്തിന്റെ അർത്ഥം തന്നെ സമാധാനം എന്നാണ്, ശാന്തി എന്നാണ്. ഇസ്ലാം എന്ന പദത്തിന്റെ തന്നെ അർത്ഥം സമാധാനം, ശാന്തി എന്നാണ്. ഇനിയും നമുക്ക് നോക്കാം, ഒരു മനുഷ്യൻ നിസ്കാരം കഴിഞ്ഞാൽ തിരിഞ്ഞിരുന്നിട്ട് അവന്റെ അധരങ്ങൾ കൊണ്ട് മൊഴിഞ്ഞു വെക്കുന്നത് എന്താണ്? അല്ലാഹുമ്മ അന്തസ്സലാം വ മിൻകസ്സലാം വ ഇലൈക യർജിഉസ്സലാം. ഒരു മനുഷ്യൻ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുവേ നീയാണ് സമാധാനം, നിന്നിൽ നിന്നാണ് സമാധാനം, ഈ രാജ്യത്ത് മുഴുവനും ഈ നാട്ടിൽ മുഴുവനും ഞങ്ങൾക്ക് മുഴുവനും സമാധാനം നൽകണേ എന്ന പ്രാർത്ഥനയാണ് ഇസ്ലാമിന്റെ പ്രാർത്ഥന. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരിക്കലും ഇസ്ലാം എന്ന മതം ഇവിടെ തീവ്രവാദത്തിന് പ്രോത്സാഹനം നൽകിയിട്ടില്ല, ഭീകരവാദത്തിന് പ്രോത്സാഹനം നൽകിയിട്ടില്ല, ഒരൊറ്റ മതങ്ങളും നൽകിയിട്ടില്ല എന്ന് നമുക്ക് വായിച്ചറിയാൻ സാധിക്കുന്നതാണ്. സർവേ ഭവന്തു സുഖിന, മേ ഓൾ ബിക്കം ഹാപ്പി, എല്ലാവരും സന്തോഷത്തിലിരിക്കണം. സർവേ ഭവന്തു സുഖിന, എല്ലാവരും സന്തോഷത്തിലിരിക്കണം. സർവേ സാന്തു നിരാമായ, മേ ഓൾ ഫ്രീ ഫ്രം ഇൽനെസ്, എല്ലാ രോഗങ്ങളിൽ നിന്നും മുക്തരായി ശാന്തിയോടുകൂടി വർദ്ധിക്കണം. ഇനിയും നമുക്ക് കാണാം, സർവേ ഭദ്രാനി പശ്യന്തോ, മേ ഓൾ സീ വാട്ട് ഈസ് ഓസ്പീഷ്യസ്, എന്താണ് ശുഭമായതെന്ന് അറിയാൻ ഓരോരുത്തർക്കും അവസരമുണ്ടാകട്ടെ. മാഗാജിദ് ദുഃഖ ഭാഗഭാഗത്, മേ നോ വൺ സഫർ, ഒരൊറ്റയാളും ബുദ്ധിമുട്ടാൻ പാടില്ല. ഓം ശാന്തി 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 എന്ന് പഠിപ്പിച്ച ഉപനിഷത്തുകൾ ഉൾക്കൊള്ളുന്ന ഹൈന്ദവ മതം ഒരിക്കലും ഇവിടെ നിന്ന് തീവ്രവാദം പഠിപ്പിച്ചിട്ടില്ല. അതായത് ഹൈന്ദവ മതത്തിന്റെ